CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ശബരിമല ദേവസ്വം മുൻ ചെയർമാനും മുൻ MLAയുമായ സഖാവ് എ. പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. സഖാവ് പത്മകുമാറിനെ നമുക്കറിയാം, കളങ്കമേശാത്ത ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ശബരിമല ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റ് ആവുന്നവരെ പുള്ളിയെക്കുറിച്ച് ആരും ഒരു സമയത്തും യാതൊരു അഴിമതി ആരോപണവും ഉന്നയിച്ചിട്ടില്ല, ലൈംഗിക ആരോപണവും ഉണ്ടായിട്ടില്ല. പാർട്ടിയിലെ മര്യാദാ പുരുഷോത്തമന്മാരായ മാന്യന്മാരായ നേതാക്കന്മാരിൽ ഒരാളായിട്ടാണ് പുള്ളിയെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് പാർട്ടി ഈ ശബരിമല ദേവസ്വം പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഭാരിച്ച ഉത്തരവാദിത്വം ഈ സഖാവിനെ ഏൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലുവർക്കത്ത് കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ കഷ്ടകാലം കൊണ്ടോ എന്നറിയില്ല, പുള്ളി വലത്തെ കാല് വെച്ച് കയറിയതിൻ്റെ പിറ്റേ ദിവസം ശബരിമലയിൽ ആകെ പ്രശ്നമായി. അത് സ്വർണ്ണക്കൊള്ളയല്ല കേട്ടോ, അത് നമ്മുടെ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി. സുപ്രീം കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർക്ക് പലതും വിധിക്കാം, അതൊക്കെ ഇവിടെ നടപ്പാക്കാൻ തുടങ്ങിയാൽ വിപ്ലവം ഉണ്ടാവും. നമ്മൾ അനുഭവിച്ചാണ്. ഇത് പത്മകുമാറിന് നന്നായിട്ട് അറിയാം. പുള്ളിയുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളാരും, കുടുംബത്തിലല്ല പുള്ളിയുടെ തറവാട്ടിൽപ്പെട്ട ഒരു സ്ത്രീയും ഒരു കാലത്ത് ശബരിമലയ്ക്ക് പോയിട്ടില്ലെന്നല്ല, പോകാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ അമ്മുമ്മയാണോ അപ്പച്ചിയാണോ എന്നറിയില്ല, ആരോ ആണ് ഈ ഹരിവരാസനം എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ അയ്യപ്പസ്വാമിയുടെ ഉറക്ക് പാട്ട് എഴുതിയത് എന്നുമുണ്ട് ഐതിഹ്യം. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചിയൊന്നുമല്ല, കുളത്തു അയ്യർ എന്നോ മറ്റോ പേരുള്ള ഒരു പരദേശി ബ്രാഹ്മണനാണ് ഈ കൃതി എഴുതിയത് എന്നും ഒരു പാഠഭേദമുണ്ട്. അതെന്തുവാട്ടെ, നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ സാക്ഷാൽ ശബരിമല അയ്യപ്പനുമായിട്ട് കുടുംബബന്ധമുള്ള സഖാവ് പത്മകുമാർ, സഖാവ് എന്നൊക്കെ പറയുമെങ്കിലും പുള്ളി ഉള്ളിൻ്റെ ഉള്ളിൽ പരമഭാഗവതനും ഭക്തനുമാണ്. ഇരുമുടിക്കെട്ടെടുത്ത് കറുത്ത മുണ്ടെടുത്ത് ശബരിമലയ്ക്ക് പോകുന്നില്ല എങ്കിലും ശബരിമല അയ്യപ്പൻ്റെ വലിയ ഭക്തനാണ് അദ്ദേഹം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് വരികയാണ്. ശബരിമല അതിൻ്റെ കീഴിലാണ്. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വന്നു. അദ്ദേഹമായിട്ട് ശബരിമലയിലല്ല ഒരു സ്ഥലത്ത് ഒരു അഴിമതി നടത്തിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഈ യുവതീ പ്രവേശനം വന്ന് പുള്ളി ആകെ ക്ഷീണിച്ചു പോയി. പുള്ളി ഇല്ലാത്തൊരു ദിവസമാണ് നമ്മുടെ ബിന്ദു അമ്മണിയും കനകദുർഗയും ചാക്കിൽ പൊതിഞ്ഞ് ശബരിമലയുടെ പിൻവാതിലിൽ കൂടി ദർശനം നടത്തി ശബരിമല സ്ത്രീകൾ കീഴടക്കി എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കിയത്. ഇവിടെ എന്തായിരുന്നു കോലാഹലം, ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ കാലാവധി കഴിഞ്ഞു. പുള്ളി പത്തനംതിട്ടയ്ക്ക് തിരിച്ചു പോയി. അവിടെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കുന്നു. ഇദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്നില്ല. കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസം വന്നു കയറിയ വീണ ജോർജിന് പാർട്ടിയിൽ കിട്ടുന്ന വലിയ സ്വീകാര്യതയോ അംഗീകാരമോ പ്രാമാണ്യമോ ഒന്നും എന്താണ് ജന്മനാ SFIക്കാരനും പിന്നീട് DYFIക്കാരനും ആമരണം CPMകാരനുമായിരിക്കുന്ന നമ്മുടെ പത്മകുമാറിന് കിട്ടുന്നില്ല. പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത വരുന്നു. അതിൻ്റെ പുറകെ പത്മകുമാർ പ്രതിയാവുന്നു. അദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം സബ് ജയിലിൽ പോയി കിടന്ന് ഗോതമ്പുണ്ട കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തുന്നു. ഇദ്ദേഹം സഖാവായതുകൊണ്ട്, പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് പോലീസുകാർ ഇടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ആൾ മാന്യന്ന് തറവാടിയുള്ളൂ, അതുകൊണ്ട് ഇടി കിട്ടുകയില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതികൾക്കും ഇടി കിട്ടിയിട്ടില്ല. പക്ഷേ പത്മകുമാർ പാർട്ടി ഒരു നടപടി എടുത്തില്ല. സഖാവിൻ്റെ പേരിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ലെന്ന് വീണ ജോർജ് അടക്കം ചോദിച്ചു. ഇപ്പോൾ പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വീണ ജോർജിനെ പോലെ വന്നു കയറിയ ആളുകളാണല്ലോ, പണ്ട് തൊട്ടേ ഉള്ള ആളുകളല്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ 5-ൽ 4 സീറ്റിലും UDF ജയിച്ചു, അഥവാ LDF തോറ്റു. ശബരിമല സ്ഥിതി ചെയ്യുന്ന കോന്നി മണ്ഡലത്തിൽ മാത്രം LDF ജയിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് വീണ്ടും ഉയർന്നുണ്ടായി. പാർട്ടി തലപോഞ്ഞ് ആലോചിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ടി തോറ്റത്? പിണറായി വിജയൻ്റെ അഹങ്കാരം കൊണ്ടാണോ? മുഹമ്മദ് റിയാസിൻ്റെ തൻപ്രമാണിത്തരം കൊണ്ടാണോ? അതോ വീണ വിജയൻ്റെ മാസപ്പടി കൊണ്ടാണോ? പാർട്ടിക്ക് അതിനൊക്കെ സത്യസന്ധമായൊരു ഉത്തരവും പറയാൻ പറ്റുകയില്ല. അമ്മോശനും മരുമോനും കൂടി നാട് ഭരിച്ച് കുട്ടിച്ചോറാക്കി എന്നുള്ള കാര്യം CPMകാർക്കും അറിയാം, CPIക്കാർക്കും അറിയാം, ഇടതുപക്ഷത്തുള്ള സകല ആളുകൾക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന കൊച്ചു കുട്ടികൾക്കും അറിയാം. പക്ഷേ പാർട്ടിക്ക് ആ പരമസത്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പാർട്ടി മറ്റ് പല കാരണങ്ങളും കണ്ടുപിടിച്ചു. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് കൊണ്ടാണ് എന്ന് ചിലർ പറഞ്ഞു. അതല്ല, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വിഷയം പുറത്തു വന്നുകൊണ്ടാണ് എന്ന് മറ്റ് ചിലർ പറഞ്ഞു. മറ്റ് പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഏതായാലും ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം പരമസത്യമാണ്. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ തോറ്റു.
നമ്മൾ തോറ്റതുകൊണ്ട് തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന വിഷയം പഠിക്കേണ്ടതായിട്ട് വന്നു, ചിന്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബലിയാടാക്കണമല്ലോ. ഇതാ കിടക്കും. ആരാണ്? പത്മകുമാർ. പത്മകുമാർ തന്നിഷ്ടപ്രകാരം അല്ലെങ്കിൽ ആത്മപ്രചോദിതനായിട്ട് സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു പത്മകുമാർ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു വാസു വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു മുരാരി ബാബു വിചാരിച്ചാൽ, ഇവരെല്ലാവരും കൂടി വിചാരിച്ചാൽ ഈ കൊള്ള നടത്താൻ പറ്റുകയില്ല. ഒരു ശങ്കരദാസ് വിചാരിച്ചാലോ, അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ പറ്റുകയില്ല. അതിന് കൃത്യമായ ആസൂത്രണമുണ്ട്, ഗൂഢാലോചനയുണ്ട്, പദ്ധതിയുണ്ട്, കൃത്യമായ നടപ്പാക്കലുണ്ട്. ഇതിൽ മിനിറ്റ്സ് ബുക്കിൽ ഒരാളുടെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അടിയിൽ ഒപ്പിട്ട് കൊടുത്ത ആളുകൾ വേറെ പലരും ഉണ്ടാവും. ഉത്തരവാദിത്തം അവരുടെ നെഞ്ചത്ത് ചാർത്താൻ സാധിക്കും. പക്ഷേ ഒരു കാരണവശാലും ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർ വാസുവോ അതും അല്ലെങ്കിൽ ഒരു ശങ്കരദാസോ മാത്രം വിചാരിച്ചാൽ ഇതുപോലെ ഒരു കൊള്ള നടത്താൻ പറ്റുകയില്ല. അവിടുന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ചുകൊണ്ടുമല്ല ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി ഇളക്കിപ്പറിച്ചു കൊണ്ടുമല്ല ചെയ്തിട്ടുള്ളത്. സ്വർണ്ണപ്പാളിയെ രേഖയിൽ ചെമ്പ് പാളിയാക്കി, എന്നിട്ട് ചെമ്പ് പാളി സ്വർണ്ണം പൂശാൻ കൊടുത്തു, സ്വർണ്ണപ്പാളി അഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ കാര്യമല്ല. ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ആസൂത്രണം ഉണ്ടാവണം, ഗൂഢാലോചന ഉണ്ടാകണം, ഉയർന്ന തലത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാകണം. സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ വിചാരിക്കാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല. കടകംപള്ളിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റൂ? അതും പറ്റുകയില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും തീരുമാനമെടുത്ത്? ഞാൻ പറയുന്നു അഥവാ പ്രഖ്യാപിക്കുന്നു, കാരണഭൂതനറിയാതെ ഒരു കാരണവശാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ അറിവും അംഗീകാരവും ഒത്താശയും കൂടി മാത്രമാണ് ഇങ്ങനെ ഒരു കൊള്ള നടന്നത്. ഇവിടെ വാസു അടക്കം, ശങ്കരദാസ് അടക്കം, നമ്മുടെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പത്മകുമാർ അടക്കമുള്ള ആളുകൾ മാത്രം വിചാരിച്ചാൽ ഇതുപോലൊരു കൊള്ള ഒരു കാരണവശാലും നടക്കുകയില്ല. അപ്പോൾ പത്മകുമാർ ഒരു ബലിയാടാണ്, വാസുവും ബലിയാടാണ്, ശങ്കരദാസും ബലിയാടാണ്. അവർ ശുദ്ധ സാത്വികന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല, അവരും കൂടി ചേർന്നിട്ടാണ് ചെയ്തത്. അവർക്കറിയാം ഇന്ന കാര്യമാണ് ചെയ്യുന്നത്, പക്ഷേ അവർക്ക് മിണ്ടാൻ പറ്റുകയില്ല. അവർ ആ സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളത് ഈ കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് സത്യത്തിലുണ്ടായത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ സ്ഥാനം ഒഴിയണമെങ്കിൽ ആരെ ഒഴിയണം? ആദ്യം കടകംപള്ളി സുരേന്ദ്രൻ ഒഴിയണം, പിന്നെ സഖാവ് പിണറായി വിജയൻ എന്ന് വിളിക്കുന്ന നമ്മുടെ കാരണഭൂതൻ ഒഴിയണം. ഇവരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ. അവരറിയാതെ ഈ സ്വർണ്ണം ഒരിക്കലും പുറത്തു പോവുകയില്ല. ഇത്ര വലിയൊരു കൊള്ള അവിടെ നടത്താനും പറ്റുകയില്ല. ഏതായാലും സഖാവ് പത്മകുമാർ ആത്മകഥ എഴുതും എന്നാണ് ഇപ്പോൾ ഭീഷണി പൊളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വരട്ടെ, അതുവരെ അദ്ദേഹം ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. 51 52 എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും സഖാവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി ഞാനും ഭഗവാൻ ധർമ്മശാസ്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഹരിഹരസൂദൻ അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ.